MDMA പണമിടപാട് കേസിൽ നാലാം പ്രതിയും കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയുമായിരുന്ന ആവള കുട്ടോത്ത് സ്വദേശി VP നീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. നീഷ്മ നൽകിയ ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസം വടകര NDPS കോടതി വാദം കേട്ടിരുന്നു. കേസിലെ രണ്ടാം പ്രതി കീർത്തനയെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി ചേതൻ കൂടി ചേരുന്നുണ്ട്. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അവന്തിക. ഗുഡ് മോർണിംഗ് ചേതൻ, ഈ നീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. ഈ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതായത് ഈ അധ്യാപകർ വിദ്യാർത്ഥികളെ ഈ മയക്കുമരുന്ന് കച്ചവടത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നൊരു സംശയം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? തീർച്ചയായും അവന്തിക സൂചിപ്പിച്ച പോലെ തന്നെ മൊത്തം 5 പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നാലാം പ്രതിയായ BRC പേരാമ്പ്രയിലെ BRCയിലെ അധ്യാപികയായിരുന്ന കുട്ടോത്ത് സ്വദേശിനി VP നീഷ്മയുടെ ജാമ്യാപേക്ഷയാണ്. ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് വരും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ജാമ്യാപേക്ഷയിലെ വാദം വിശദമായി വടകരയിലെ NDPS കോടതി വാദം കേട്ടിരുന്നു. കഴിഞ്ഞ ദിവസം അവന്തിക സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസിൽ പ്രതികളിൽ ഒരാളായ കീർത്തനയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. ഒരു ദിവസത്തേക്ക് ചോദ്യം ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ എല്ലാ പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് കീർത്തനയുടെ വാട്സാപ്പ് ചാറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഇടപാടുകൾ ഈ കീർത്തനയുടെ അക്കൗണ്ട് വഴി ജിജിൻ കുര്യാക്കോസ്, കേസിലെ മറ്റൊരു പ്രതിയാണ്, കാരിയറാണ്, കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ്. ഇയാൾ വഴി ലക്ഷങ്ങളുടെ പണമിടപാട് UPI ഇടപാട് നടത്തിയ രേഖകളും പുറത്തു വന്നു. ഈ വടകരയിലുള്ള ഈ അധ്യാപികമാർ എങ്ങനെ കണ്ണൂർ ഇരിട്ടിയിലുള്ള ജിജിൻ കുര്യാക്കോസുമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ജിജിൻ കുര്യാക്കോസുമായി പണമിടപാട് എന്തിനു നടത്തണമെന്ന ചോദ്യമാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിൽ ഉത്തരം തേടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ജിജിൻ കുര്യാക്കോസിനെ ഇപ്പോൾ റിമാൻഡിലാണ്. മറ്റൊരു കേസിൽ, അതായത് മെയ് മാസം 20-ന് പയ്യോളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജിജിൻ കുര്യാക്കോസിനെ MDMAയുമായി അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ജിജിൻ കുര്യാക്കോസ് റിമാൻഡിൽ കഴിയുന്നത്. നിലവിൽ എല്ലാവരും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും റിമാൻഡിലാണ്. ഇനിയും ഒരുപാട് കേസന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം എവിടെ നിന്നാണ് ഇവർക്ക് ഇത്തരത്തിൽ MDMA ലഭിച്ചത്, ആരാണ് ഈ കേസിലെ കിങ് പിൻ, ഈ പണം എങ്ങോട്ടാണ് പോയത്? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ DIG വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ അധ്യാപകന്മാരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു, ഉടൻ തന്നെ അത് വിഡ്രോ ചെയ്ത് ATM വഴി വിഡ്രോ ചെയ്ത് പോകുന്നു. അത് സംസ്ഥാനത്തിൻ്റെ അകത്തും പുറത്തു നിന്നായിട്ടുള്ള ATM കൗണ്ടറിൽ നിന്നാണ് ഇത്തരത്തിൽ തുക വിഡ്രോ ചെയ്ത് പോകുന്നത്. ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത് ഈ ബാങ്കുകളിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആരാണ് ഇത്തരത്തിൽ തുക പിൻവലിച്ചത് എന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചാൽ അവരും ഈ കേസിൽ വരും ദിവസങ്ങളിൽ പ്രതികളാവും. അപ്പോൾ കേസന്വേഷണം ഒരുപാട് മുന്നോട്ട് പോകും. ഈ കേസുമായി ബന്ധപ്പെട്ട് വയനാട് സ്വദേശിയായി പോലീസ് തെരച്ചിൽ തുടരുന്നുണ്ട്. ഇയാളെ ഉടൻ തന്നെ പിടിയിലാവുന്നതാണ് അന്വേഷണ സംഘം അവകാശപ്പെടുന്നത്. ഈ കേസിൽ അവന്തിക ഒരു മെല്ലെപ്പോക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അധ്യാപകന്മാരെ അറസ്റ്റ് ചെയ്യുന്നു, കാരിയറായ ജിജിൻ കുര്യാക്കോസിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഈ കേസ് അന്വേഷണം നിലച്ചു പോകുന്നോ അല്ലെങ്കിൽ മറ്റൊരു അറസ്റ്റും നാളെ ഇതുവരെയായി ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം, അന്വേഷണം വഴിമുട്ടുന്നോ അതോ വേഗത കുറയുന്നോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആകെ നമുക്കൊരു പ്രതികരണം ലഭിച്ചത് അധ്യാപികയായിരുന്ന കീർത്തനയുടെയാണ്. അവർ പറഞ്ഞത് തങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പങ്കും ഇല്ല, തങ്ങളുടെ കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ല. അതാ പറഞ്ഞത്, പോലീസ് DIG പറഞ്ഞതും ശരിയാണ്. കാരണം തുക വരുമ്പോൾ ഉടനെ തന്നെ അത് വിഡ്രോ ചെയ്ത് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നീഷ്മയുടെ ജാമ്യാപേക്ഷയിലെ വിധി വടകര NDPS കോടതി പറയുന്നതായിരിക്കും. ചേതൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മയക്കുമരുന്നുമായും ഈ പണമിടപാടുമായും ഈ കുട്ടികളെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടി ഉയരുന്നുണ്ട്. ഒരു വലിയ രീതിയിലുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ പോലീസ് അന്വേഷണം അത്തരത്തിൽ കൂടി നീങ്ങുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്.
അത് ഞങ്ങൾ ഈ വിഷയമായി അവന്തിക ചോദിച്ച ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വടകരയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ ചോദിക്കുകയുണ്ടായി, മാധ്യമപ്രവർത്തകർ വിശദമായി ചോദിക്കുകയുണ്ടായി. പക്ഷേ അന്വേഷണം പുരോഗമിക്കുന്നു, കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാനില്ല എന്ന കാര്യമാണ് പ്രധാനമായും DIG പറഞ്ഞു വെക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വേഗത കുറവ് ഈ വിഷയത്തിലുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം തുടർ നടപടികളൊന്നുമില്ല, കൂടുതൽ അറസ്റ്റുകളിലേക്കൊന്നും പോകുന്നില്ല. ഒരു വയനാട് സ്വദേശി ഉണ്ട്. അവന്തിക സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അക്ഷരങ്ങൾ പഠിപ്പിക്കേണ്ട അധ്യാപികമാർ തന്നെ ഇത്തരത്തിൽ ലഹരി കച്ചവടത്തിന് ഇറങ്ങുന്നത് അത് സമൂഹത്തെ വളരെ ഞെട്ടിച്ചൊരു കാര്യമാണ്. വരും ദിവസങ്ങളിൽ ഈ കുട്ടികൾക്കും ഈ ലഹരി മരുന്ന് കൊടുത്തിരുന്നു എന്ന കാര്യമാണ് പ്രധാനമായും ഉത്തരം തേടേണ്ടത്. ഒപ്പം തന്നെ എവിടെ നിന്നാണ് ഈ MDMA വന്നതും ഈ പണം ഈ അധ്യാപികമാരുടെ അക്കൗണ്ടിൽ വന്ന പണം എങ്ങോട്ടേക്കാണ് വകമാറ്റി പോയത് എന്ന കാര്യങ്ങളടക്കം ഇനി പുറത്തു വരേണ്ടതുണ്ട്. അവധിക ശരി, ചേതനാണ് വിവരങ്ങൾ നൽകിയത്.